ദ വേൾഡ് ഈസ് ചേഞ്ചിങ് ഫാസ്റ്റർ ദാൻ എവർ. നിങ്ങളുടെ ഡിഗ്രി ഓരോ വർഷം കഴിയും തോറും അതിൻ്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് നിങ്ങളുടെ ലൈഫ് മുന്നിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട സ്കില്ലുകളുണ്ട്. അപ്പോൾ ആ ഒരു സ്കില്ലുകൾ എന്താണ്, അതെങ്ങനെയാണ് നിങ്ങൾ പഠിച്ചെടുത്തിട്ട് അതിൻ്റെ പുറത്ത് നിങ്ങൾക്ക് എങ്ങനെ ഒരു വെൽത്ത് ജനറേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ബിസിനസ് ബിൽഡ് ചെയ്യാം. അതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ വർക്ക് ചെയ്യുന്ന ജോലി സ്ഥലത്താണെന്നുണ്ടെങ്കിൽ പോലും നല്ല രീതിയിലുള്ള നിങ്ങളുടെ ഒരു വാല്യൂ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്ന ഈ ഒരു 5 സ്കില്ലും നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കുക എന്നുള്ളത് വളരെ നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്ന 5 സ്കില്ലും വളരെ വ്യക്തമായിട്ട് നിങ്ങൾ കേട്ടതിന് ശേഷം അതിനനുസരിച്ചുള്ള ഒരു തീരുമാനം എടുത്തിട്ട് നിങ്ങളുടെ ലൈഫ് നിങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ബെനിഫിറ്റ്, അതിന് അപ്ഡേഷൻ നിങ്ങളുടെ ലൈഫിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിൽ 5ാമത്തെ സ്കില്ല് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവനായിട്ടും തന്നെ കാണുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ സ്കില്ല് എന്ന് പറയുന്നത് AI ആൻഡ് ഓട്ടോമേഷൻ ആണ്. ലോകത്തുള്ള മിക്ക ബിസിനസ്സുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇപ്പോൾ AI ഡ്രൈവൺ ബിസിനസ്സുകളാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും AI കുറിച്ചിട്ടും ഓട്ടോമേഷൻ ത്രൂ എങ്ങനെ നിങ്ങളുടെ വർക്ക് കുറച്ചും കൂടി ഈസി ആക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിനായിട്ടുള്ള ഒരുപാട് ടൂൾസുകൾ അവൈലബിൾ ആണ്. ഇപ്പോൾ ChatGPT യൂസ് ചെയ്യാം, Midjourney യൂസ് ചെയ്യാം, അതേപോലെ തന്നെ Zapier യൂസ് ചെയ്യാം. ഇങ്ങനെയുള്ള ടൂൾസുകളെല്ലാം ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വർക്ക് ഓട്ടോമേഷൻ ത്രൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് നിങ്ങൾക്കൊരു സർവീസ് ആയിട്ട് നിങ്ങൾക്ക് മറ്റുള്ള ബിസിനസ്സുകൾക്ക് കൊടുക്കാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് അതിനോട് സറൗണ്ട് ചെയ്തിട്ട് നിങ്ങൾക്കൊരു ഏജൻസി നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഈ ഒരു സ്കില്ല് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട ഒരു സ്കില്ലാണ് ഇനി വരും വർഷങ്ങളിൽ. കാരണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ മിക്ക ബിസിനസ്സുകളും അവരുടെ ബിസിനസ് റൺ ചെയ്യുന്നത് ഓട്ടോമേഷൻ ത്രൂ ആണ്. പല എംപ്ലോയീസിനെയും, ഒരുപാട് എംപ്ലോയീസിനെ ഇപ്പോൾ വലിയ വലിയ കമ്പനികളായ മൈക്രോസോഫ്റ്റ്, ഗൂഗിൾ, ഇവരൊക്കെ പല എംപ്ലോയീസിനും ഇപ്പോൾ ഫയർ ചെയ്ത് വിടുകയാണ്. കാരണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടെ വർക്ക് വളരെ ഈസി ആയിട്ട് ഈ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്തതിലൂടെ അവർക്ക് അവരുടെ വർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും. ഒരു ഓട്ടോമേഷൻ AI റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്കില്ല് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ നോക്കിയിട്ട് കമ്പനി ഹയർ ചെയ്തിട്ട് ആ ഒരു സിസ്റ്റം നിങ്ങൾക്ക് റൺ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ത്രൂ നിങ്ങൾക്ക് ഒരുപാട് ബിസിനസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾക്ക് സ്വന്തമായിട്ട് നല്ല രീതിയിലുള്ള ഒരു വെൽത്ത് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. 2ാമത്തെ സ്കില്ല് എന്ന് പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. നമുക്കറിയാം എന്തൊരു ബിസിനസ് ആണെന്നുണ്ടെങ്കിലും അതിന് ഓൺലൈൻ പ്രസൻസ് കൊടുക്കുക, അതേപോലെ തന്നെ അവരുടെ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി വളരെ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് ഏതൊരു ബിസിനസ്സിനും. കാരണം ഓൺലൈൻ പ്രസൻസ് ത്രൂ, കാരണം ഇപ്പോഴുള്ള മിക്ക ബിസിനസ്സുകളും ഓൺലൈൻ ത്രൂ ആണ്. അവർ സ്വന്തമായിട്ട് ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നത് ഓൺലൈൻ ത്രൂ ആണ്. അപ്പോൾ ഈ ഒരു ഓൺലൈൻ ത്രൂ അവർക്ക് അവരുടെ ഒരു പ്രസൻസ് അറിയിക്കണമെന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി, ഡിജിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ്സുകൾ പഠിക്കുക എന്നുള്ളത് വളരെ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്ക് പെയ്ഡ് ആഡ്സിനെ കുറിച്ചിട്ട് പഠിക്കാം, SEO എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ട് പഠിക്കാം. അതേപോലെ തന്നെ എങ്ങനെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഏജൻസി ഈ ഒരു പെയ്ഡ് ആഡ്സ് വെച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ലീഡ് ജനറേറ്റ് ചെയ്യാം. മിക്ക ബിസിനസ്സുകളുടെയും മെയിൻ ആവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ല ബിസിനസ് കൊണ്ടുവരണം, നല്ല രീതിയിലുള്ള റവന്യൂ ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് റിലേറ്റഡ് ആയിട്ട് നല്ല രീതിയിലുള്ള ലീഡ്സ് എങ്ങനെ നിങ്ങൾക്ക് കൊണ്ടുവരാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു നോളജ് നിങ്ങൾക്കുണ്ട്, ഇങ്ങനെയുള്ള ഒരു സ്കില്ല് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു ബിസിനസ് അതിനോട് സറൗണ്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതെല്ലാം നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് ഈ ഒരു സ്കില്ലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് അവിടെ ആ ഒരു ജോബിൽ നല്ല രീതിയിലുള്ള ഒരു പേച്ചൊക്കെ മേടിച്ചിട്ട് ലൈഫ് മുന്നിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും. സ്കിൽ നമ്പർ 3, കോപ്പി റൈറ്റിംഗ്. കോപ്പി റൈറ്റിംഗ് അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നിങ്ങളൊരു ആഡ് റൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു കോപ്പി റൈറ്റിംഗ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ നിങ്ങൾക്കൊരു ലാൻഡിംഗ് പേജ് ബിൽഡ് ചെയ്തിട്ട് അത് ത്രൂ നിങ്ങൾക്കൊരു ബിസിനസ് കൊണ്ടുവരണം എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു കോപ്പി റൈറ്റിംഗും കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു CTR ഒക്കെ അതിലേക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ പഠിച്ചിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്കില്ലാണ് കോപ്പി റൈറ്റിംഗ്, സ്റ്റോറി ടെല്ലിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. ഇപ്പോൾ സ്റ്റോറി ടെല്ലിംഗ് നിങ്ങൾക്ക് നല്ല രീതിയിൽ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആഡുകൾ റൺ ചെയ്യാം. നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു കോണ്ടന്റ് ക്രിയേഷൻ ഏജൻസീസ് ബിൽഡ് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ലാൻഡിംഗ് പേജ്, വെബ്സൈറ്റ് ഒക്കെ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അതിലുപയോഗിക്കുന്ന വേർഡുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കോപ്പി റൈറ്റിംഗ് അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. സ്കിൽ നമ്പർ 4, ട്രേഡിംഗ് ആൻഡ് ഇൻവെസ്റ്റിംഗ്. ട്രേഡിംഗ് എന്ന് പറയുന്നത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതൊരു ബിസിനസ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് നല്ലൊരു ക്യാപിറ്റൽ വെച്ചിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നല്ലൊരു ക്യാപിറ്റൽ വെച്ച് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു ഇൻകം എല്ലാം അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അതല്ലാതെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഒരു ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ പെട്ടെന്ന് ഒരു 5000 വെച്ചിട്ടോ 10000 വെച്ചിട്ടോ ട്രേഡ് ചെയ്തിട്ട് ലക്ഷങ്ങൾ ഉണ്ടാക്കാം, അങ്ങനെയുള്ള വല്ല ചിന്തയും വെച്ചിട്ട് ഇരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് മാറി നിൽക്കുക. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ട്രേഡിംഗ് എന്ന് പറയുന്നത് നിങ്ങൾ ഒരുപാട് വർഷം, 1 വർഷം 2 വർഷമൊക്കെ നിങ്ങൾ
അതിനായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് നല്ല രീതിയിലുള്ള എഫോർട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് പഠിച്ചെടുക്കേണ്ട ഒരു സ്കില്ലാണ്. അതേപോലെ തന്നെയാണ് ഇൻവെസ്റ്റ്മെന്റ്. നല്ല കമ്പനികളെ കുറിച്ചിട്ട് അറിയുക, അതേപോലെ തന്നെ നല്ല ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചിട്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ട് അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും കണ്ടെത്തിയിട്ട് അതിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഇതുമായി റിലേറ്റഡ് ചെയ്തിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പാച്ചൊക്കെ സാലറി ആണെന്നുണ്ടെങ്കിൽ ആ ഒരു സാലറി നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ട് നല്ല നല്ല ഇൻവെസ്റ്റ്മെന്റുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ലോകത്തുള്ള ഏത് വലിയ സമ്പത്തുള്ള ആളുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അവരെല്ലാം അവരുടെ സാലറി വെച്ചിട്ടല്ല അവരൊരിക്കലും അവരുടെ സമ്പത്ത് ബിൽഡ് ചെയ്തിട്ടുള്ളത്. അവർ ഇങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളും ചെയ്തതിലൂടെയാണ് അവർ ആ ഒരു മില്യൺസും ബില്യൺസ് എല്ലാം അവർ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അഞ്ചാമത്തെ സ്കിൽ എന്ന് പറയുന്നത് ബിൽഡിംഗ് ആൻഡ് സെല്ലിംഗ് ഓൺലൈൻ പ്രൊഡക്ട്സ്. അതായത് നിങ്ങൾക്ക് ഓൺലൈൻ പ്രൊഡക്റ്റുകൾ സെല് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾക്ക് നന്നായിട്ട് എഴുതാൻ പറ്റുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഈ ബുക്ക് സെല് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഡിജിറ്റൽ പ്രൊഡക്റ്റുകളായ ടെംപ്ലേറ്റ്സ്, വെബ്സൈറ്റ് ടെംപ്ലേറ്റുകൾ, അതേപോലെ തന്നെ ലാൻഡിംഗ് പേജ് ടെംപ്ലേറ്റുകൾ, അതേപോലെ തന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു കോഴ്സ് സെല് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾക്ക് അത്യാവശ്യം ടീച്ചിങ് സ്കില്ലും കാര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഒരു സ്പെസിഫിക് കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് നല്ല നോളജ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സെല് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. അതേപോലെ തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് AI റിലേറ്റഡ് ആയിട്ടുള്ള സർവീസും കാര്യങ്ങളും നിങ്ങൾ ബിൽഡ് ചെയ്തിട്ട് നിങ്ങൾ സെല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ ഇതൊക്കെ ഒരു ലോങ് ടൈം ഗെയിമാണ്. ഇതൊന്നും ഒരിക്കലും നിങ്ങൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്ത് നാളെ നിങ്ങൾക്ക് പൈസ കിട്ടുന്ന ഒരു സംഗതിയല്ല. ഈ ഒരു സ്കില്ലൊക്കെ പഠിച്ചെടുത്തിട്ട് നിങ്ങൾ ഒരുപാട് പ്രാവശ്യം ട്രൈ ചെയ്തിട്ട് നിങ്ങളത് ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് അതിൽ നിന്ന് നല്ല രീതിയിലുള്ള നിങ്ങളുടെ തെറ്റ് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് എവിടെ ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ സെല് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു 5 സ്കില്ലും നിങ്ങൾ പഠിച്ചിരിക്കുക, അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. നൗ കം ക്ലോസർ. ഈ ഒരു 5 സ്കില്ല് പഠിച്ചെടുത്തിട്ട് എങ്ങനെ നിങ്ങൾക്ക് മോണിറ്റൈസ് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഞാൻ ഇനി ചെയ്യാൻ പോകുന്ന പല വീഡിയോസും ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഒരു സ്കില്ല് പഠിച്ചെടുത്തിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഓൺലൈൻ ത്രൂ സെല്ല് ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെ മന്ത്ലി ഒരു $10,000 അല്ലെങ്കിൽ ഒരു $20,000 അല്ലെങ്കിൽ അബവ് ദാറ്റ് എങ്ങനെ ജനറേറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു കംപ്ലീറ്റ് ഗൈഡ് ആയിട്ടുള്ള പല വീഡിയോസും ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തുക.